ഈ രാഷ്ട്രീയത്തെ ഓർമ്മിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ അതിവിപുലമായി ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് വലിയൊരു ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. വിദ്യാർത്ഥികളും യുവജനങ്ങളും സ്ത്രീകളുമെല്ലാം പങ്കെടുക്കുന്ന വർഗീയതയെയും മതവിശ്വാസത്തെയും വേർതിരിച്ച്, ഗാന്ധിജിയെയും ഗോഡ്സെയെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ ഉതകുന്ന രീതിയിലുള്ള UDF എടുത്തുകൊണ്ടിരിക്കുന്ന വർഗീയ ശക്തികളോട് സന്ധി ചെയ്യുന്ന നിലപാടിനെതിരെ ചേർത്തുകൊണ്ട് ജനുവരി 30 മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം ഫലപ്രദമായി ജനകീയ മുന്നേറ്റം സൃഷ്ടിച്ച് ആചരിക്കണമെന്നാണ് ഇപ്പോൾ വിവിധ ബഹുജന സംഘടനകൾ ആലോചിച്ചിട്ടുള്ളത്. അതിന് പൂർണ്ണമായ പിന്തുണ CPIM നൽകുകയാണ്. കേരളത്തെ വർഗീയവൽക്കരിച്ച് ഇടതുപക്ഷ മനസ്സിനെ ദുർബലപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെയുള്ള വലിയ ജനകീയ മുന്നേറ്റമായി ഇതിനെ മാറ്റാനാവണം എന്നാണ് ഞങ്ങൾ കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ജനവാസ കേന്ദ്രങ്ങളിൽ കടന്നുവന്ന് വന്യമൃഗങ്ങൾ മനുഷ്യനെയും അതുപോലെ തന്നെ അവരുടെ കൃഷിയെയും എല്ലാം നശിപ്പിക്കുന്ന പ്രത്യേക പ്രശ്നം മലയോര പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ തയ്യാറാവാത്ത സാഹചര്യത്തിൽ സംസ്ഥാനം നിരവധിയായ സന്ദർഭങ്ങളിൽ ഇടപെട്ടിട്ടും ആവശ്യമായ മാറ്റം നിയമത്തിൽ വരുത്തുന്നതിനു വേണ്ടി കേന്ദ്രം തയ്യാറാവുന്നില്ല. ഇത് ഈ സന്ദർഭത്തിലാണ് കേരള ഗവൺമെന്റ് നിയമസഭ ഒരു പ്രത്യേക നിയമം തന്നെ പാസാക്കുന്നതിനു വേണ്ടി തയ്യാറായത്. ആ നിയമം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഗവർണർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. മാസങ്ങൾ കുറെ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഗവർണർ അവിടെ ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുക രാഷ്ട്രപതിക്ക് അയക്കുകയാണ് ചെയ്യേണ്ടത്. രാഷ്ട്രപതിക്ക് അയക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ ഗവർണർ തയ്യാറാവുന്നില്ല എന്നുള്ള വിമർശനം ശക്തിയായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിയമസഭ പാസാക്കുന്ന ഇത്തരം നിയമങ്ങളെ തടഞ്ഞുവെക്കുന്ന രീതി ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവസരമായി ഉപയോഗിക്കുന്നതല്ലാതെ UDFും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒരക്ഷരം മിണ്ടാൻ തയ്യാറില്ല.